ഈ കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ കുടുംബകാര്യമാണ്, എന്റെ പേഴ്സണൽ കാര്യമാണ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്? അച്ഛന് മക്കളാ, അച്ഛന് ഭാര്യയാ, അച്ഛൻ തന്നെ എല്ലാം പറയുന്നുണ്ട്. അച്ഛന് ഭാര്യയുണ്ടോ, അച്ഛന് മക്കളുണ്ടോ, എല്ലാത്തിനും ഉത്തരം അച്ഛൻ തന്നെ തരുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കിച്ചിനു വേണ്ടി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ രമേശ് ചെന്നിത്തലക്കും കേസ് പോകുന്നുണ്ട്, മുഖ്യമന്ത്രിക്കും കേസ് പോകുന്നുണ്ട്. ഈ അച്ഛന് ഇദ്ദേഹത്തിന് എന്തും പറയാം. ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിട്ട് നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്, VD സതീശന് കംപ്ലൈന്റ് കൊടുക്കുന്നു, വെള്ളിവിളിയാണ്. ഓക്കെ, കൊടുക്കട്ടെ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ അതിനെ നേരിടാം. ഓക്കെ, ഒരു തെറ്റും, അതായത് അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അച്ഛന് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന അധികാരം എല്ലാത്തിനുണ്ട്. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയത്തിൽ കിടക്കാം. പൊന്നു പ്രേക്ഷകരെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എന്തൊരു ഭീഷണിയാണ് പേഴ്സണലി, അതായത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും തെറിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കിച്ചുവിന് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് അച്ഛൻ പറയുന്നത് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, ബിഷപ്പ് 10 കെട്ടി, അതിൽ 12 കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യമാണോ ബിഷപ്പ്? അതായത് ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം റെയർ റീൽസ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ നിരവധി, കഴിഞ്ഞ 13-ാം തീയതി മുതലാണ് നിരവധി വീഡിയോകൾ എനിക്ക് എഗനസ്റ്റായിട്ട് ഇടാൻ കാരണം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ പരിചയമില്ല, എനിക്ക് അറിയത്തില്ലാത്ത ആളാണ്, ഞാൻ നേരിട്ട് അറിയത്തില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേങ്കിൽ അദ്ദേഹത്തെ ആരോ പിൻപിൽ നിന്ന് ശക്തമായ രീതിയിൽ എനിക്ക് എഗനസ്റ്റായിട്ട് സംസാരിക്കാനായിട്ട് പല വ്യാജമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോ, ഞാൻ ഈ ഇരിക്കുന്ന ഫോട്ടോ, എൻ്റെ മുഖം അങ്ങ് പുള്ളി ബ്ലാക്ക് ആയിട്ട് ചെയ്ത ശേഷം പിന്നെ ഇദ്ദേഹം പിന്നെ ഞാൻ എന്നെ പറ്റി ഒരുപാട് അലിഗേഷൻസ്. അപ്പം ഞാൻ കേരള മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകി അതനുസരിച്ച് കേസ് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന പോലെ എനിക്ക് മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കുടുംബകാര്യമാണ്. എന്റെ പൊന്നച്ച, ഒരു കാര്യം പറയാം. സന്ദീപിന്റെ ചാനലിൽ എവിടെയാണ് നിങ്ങളെ കുറ്റം പറഞ്ഞത്? സന്ദീപിന്റെ ചാനലിൽ ഒരു കഥ വരുന്നുണ്ട്, സാങ്കല്പിക കഥ. അവിടെ ഈ അച്ഛന്റെ പേര് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, വെറും സാങ്കല്പിക കഥ എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് അവതരിപ്പിക്കുന്നത്. അത് അച്ഛനെ എങ്ങനെയാണ് കൊള്ളുന്നത്? അച്ഛന്റെ പേരുണ്ട്, അച്ഛന്റെ ഫോട്ടോയുണ്ടോ? നിങ്ങൾക്കിതെങ്ങനെയാണ് കൊള്ളുന്നത്? അത് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? വല്ലാത്ത കഷ്ടം തന്നെയാണ്. ബാക്കിയും കൂടി കേൾക്കാം. എന്റെ പേഴ്സണൽ കാര്യമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള, ഞാൻ നിൽക്കുന്ന സഭ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയാണ്. ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്കും ബിഷപ്സിനും വിവാഹം കഴിക്കാം, വിവാഹത്തിന് തടസ്സമില്ല. ഇപ്പൊ എനിക്ക് ഇപ്പം വേണമെങ്കിലും ആരെങ്കിലും എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെട്ടു വന്ന് എനിക്ക് സന്തോഷമാണെങ്കിൽ, എനിക്ക് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിവാഹിതനായെന്ന് ഓർത്തിട്ട് എന്നെ ആരും തടസ്സപ്പെടുത്താനില്ലെന്നുള്ളതാണ് സഭയുടെ നിയമം. എന്റെ പൊന്നച്ച, ഒരു കാര്യം പറ, നിങ്ങൾക്കെന്നല്ല ആർക്ക് വേണമെങ്കിലും വിവാഹം കഴിക്കാം. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ കല്യാണം കഴിക്കണ്ട എന്ന്? ഇതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഉണ്ടാക്കിയതല്ല, ഒരു കമന്റ് വായിക്കട്ടെ, ഒന്നും വിചാരിക്കല്ലേ. ചിലർ പറയുന്നത് രേണു സുധിയെ എങ്ങാലും അച്ഛൻ വിവാഹം കഴിക്കുമെന്നാണ്. ഓക്കെ, ഇത് ഫണ്ണായിട്ട് എടുത്താൽ മതി. ചിലപ്പോൾ ഇതിനെ എഴുതിയിട്ട് ഈ അച്ഛന് ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ പൊന്നച്ഛനോട് ഒരു കാര്യം പറയുകയാണ്, വിവാഹം ആർക്ക് വേണമെങ്കിലും കഴിക്കാം. പിന്നെ നല്ലവരായ ക്രിസ്ത്യാനികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പൊന്നു ക്രിസ്ത്യാനികളെ, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, ക്ഷമിക്കണം ഈ ചോദ്യത്തിൽ. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. വിവാഹാഭ്യർത്ഥന നടത്തിയ ധാരാളം പേരുണ്ട്, ധാരാളം പേര് വിവാഹ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനതൊരു എന്താണ്, ഒരു പഴയകാല ജീവിതത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ എന്തോ അതിന് അയിലെങ്ങാലും ഞങ്ങളുടെ രേണു സുധി ഉണ്ടോ? അല്ല, കുഞ്ഞു സംശയമാണേ. ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പൊ എനിക്ക് വയസ്സ് 50 49 വയസ്സായി. അപ്പോൾ ഇപ്പം ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷണറി ബിഷപ്പായിട്ടാണ് 2013 മുതൽ ഒരു മിഷണറി ബിഷപ്പായി സേവനം ചെയ്യുകയാണ്. അതിനു മുൻപ് ഞാനൊരു മിഷണറി വൈദികനായിരുന്നു. ഇതിനെല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിനും സഭയ്ക്കും, എന്നെ സ്നേഹിക്കുന്ന, സിസ്റ്റർ പറഞ്ഞ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കളുണ്ട്, ഫെലോഷിപ്പായിട്ടുള്ളവരുണ്ട്, സഭാപരമായിട്ടുള്ളവരുണ്ട്, ആത്മീയ കൂട്ടായ്മകളിൽ കൂടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവരൊക്കെ എൻ്റെ പിൻപിലുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ വളർച്ചയിൽ എനിക്ക് വേണ്ട എല്ലാ കൈത്താങ്ങൽ തരുന്ന ഒരു വിഭാഗം
ദൈവമക്കൾ എന്ന് പറയുന്ന എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സ് ഉണ്ട്. അവരെൻ്റെ പിൻപിലുള്ളതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ പോലെ പല നെഗറ്റീവ് കേൾക്കുമ്പോൾ അവർ അതിൻ്റെ അടിയിൽ വന്നിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം മുമ്പേ സിസ്റ്റർ പറഞ്ഞ പോലെ മക്കളുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ പറയാണ്, ഈ വീഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, മക്കൾ, എനിക്ക് ജനിച്ച മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വരും, ചുമ്മാ വരരുത്. വരുമ്പോൾ നിങ്ങൾ DNA ടെസ്റ്റുള്ള റിസൾട്ട് അതെല്ലാം ലീഗലായിട്ടുള്ള, ഇപ്പൊ ഭാര്യമാരെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം, അവർ വരട്ടെ. എനിക്ക് സന്തോഷം അവർ വരുന്ന. പക്ഷെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം, എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ മുമ്പിൽ വരണം. ഞാൻ ഇതുപോലെ നിങ്ങൾ ചാനലുകളെ വിളിച്ച് കാണിക്കുക. എൻ്റെ ഭാര്യമാരായിട്ടുള്ളവരെല്ലാം വന്നിട്ടുണ്ട്, ഞാൻ അവരെ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു, അവരെന്നോടൊപ്പം ജീവിക്കാൻ വന്നിരിക്കുന്നു, മക്കളും വന്നിട്ടുണ്ട്. അവരെ എന്തോ ഒരു കച്ചപ്പിച്ച. അതായത് അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും വരികയാണെങ്കിൽ DNA ടെസ്റ്റ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ ആരോ വരും. അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയുണ്ട്, മക്കള് എന്ന് അവകാശപ്പെടുത്തുന്ന ആരോ വരൂന്നുള്ള ഒരു ഇത് പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ. ചുമ്മാ വന്നാൽ മതിയാവൂല DNA ടെസ്റ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, ഇതെന്തൊക്കെയോ ഉണ്ട് പൊന്നു പ്രേക്ഷകര്. നമ്മുടെ സന്ദീപ് എടപ്പാലിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അത് ഈ അച്ഛനൊന്നും അല്ല, അനക്കറിയത്തില്ല അത് ഏതച്ഛനെന്ന്. പക്ഷേ ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ അത് സന്ദീപ് ബ്രോയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പണിയാവും. അതുകൊണ്ട് ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ആരെങ്കിലും വരുമോ എന്ന് വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും വരുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കിയും കൂടി കേൾക്കാം. വിവാഹം ചെയ്യുന്നതിന് തടസ്സമല്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് പേടിയില്ല. പിന്നെ എനിക്ക് നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്നോട് നിഗൂഢതയില്ല. വളരെ സിമ്പിളായിട്ടാണ് എന്നെ സിമ്പിളച്ചൻ പുള്ളി അതിനകത്ത് പേരിട്ടത്. വളരെ സിമ്പിളായിട്ടാണ് ആൻസർ ചെയ്ത്, ചിരിച്ചോണ്ട് ആൻസർ പറഞ്ഞത്. കാരണം ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഒരു സ്ത്രീകളെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല. ഒരു പീഡന കേസിൽ പ്രതിയായിട്ടുള്ള വൈദികനല്ലായിരുന്നു ഞാൻ. ഒരു സ്ത്രീ പീഡന കേസുകളിലൊന്നും കേരളത്തിൽ ഞാൻ പ്രതിയായിട്ടില്ല ഈ നാളിതുവരെ. ഒരു പീഡന കേസിലും പ്രതിയല്ല. പിന്നെ എനിക്ക് എന്ത് ഭയപ്പെടണം? പിന്നെ വളരെ അലിഗേഷൻസ് ഒരു വ്യക്തിയെ പറ്റി, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പറയാറില്ലേ, മുഖ്യമന്ത്രിമാരെ പറ്റി പറയാറില്ലേ, ബഹുമാന്യനായിട്ടുള്ള ഞാനൊക്കെ ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി അപവാദ പ്രചരണം ഉണ്ടായില്ലേ? എനിക്ക് എന്നെ പറ്റി അപവാദ പ്രചരണം വരുന്നത് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷേ നമുക്ക് അവരോട് പ്രതികാരമില്ല. നിയമമുണ്ട്. നിയമത്തിന്റെ വഴിയിലൂടെ പോകാനായിട്ടാണ് എനിക്ക് നിയമം തരുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ അവർ വഴി എൻ്റെ ഈ വിഷമങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരതിന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ നിയമം കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ വ്യക്തികളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് അവിടെ വരുന്നത്, ആരൊക്കെയാണ് ആ നിയമത്തിൻ്റെ കീഴിൽ പിടിക്കപ്പെടാൻ പോകുന്നത്. ഓക്കെ അച്ഛാ, ഒരു കാര്യം പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ ഞങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ വരും. അച്ഛാ, ഞങ്ങൾ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ വൈറലാവും, നല്ല രീതിക്ക് വൈറലാവും. 4 സബ്സ്ക്രൈബേഴ്സ് കൂടും, ലൈക്ക് കൂടും, കമൻറ്റ് കൂടും. ഉറപ്പാണ് കേസ് ആയി കഴിഞ്ഞാൽ. സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ ബാക്കി പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പറഞ്ഞു, എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല. ഒരു തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം, തുറന്ന പുസ്തകമാണ്. ഞാനൊരു മിഷണറി ആയിട്ട് ഇവിടെ എൻ്റെ വീട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്. എനിക്കൊന്നും ഭയപ്പെടാനായിട്ടില്ല. പിന്നെ എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസറാണ്. മക്കളും ഭാര്യമാരും വന്നാൽ എൻ്റെ ഈ ഒറ്റപ്പെടലിൽ ഒരു സന്തോഷമായിരിക്കും. അവർ വരുന്നെങ്കിൽ സന്തോഷം. എത്ര മക്കളുണ്ടെങ്കിലും ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അവരെ നോക്കാനുള്ള മുമ്പേ അന്ന് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ 40 കോടി രൂപ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് വരാം. ചോദിച്ചാട്ടെ. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ഭയങ്കരമായ മോശമുള്ള അലിഗേഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് ഒരു വയോധികയായ ഒരു സ്ത്രീയെ പറ്റിച്ച് മേടിച്ചെന്നോ അതിന് അവകാശി വേറെ ഉണ്ടെന്നോ അങ്ങനെ ആ ഒരു രീതിയിലാണ് അച്ഛൻ ഇത് കൈക്കലാക്കിയിട്ട് എത്ര കോടി രൂപയുടെ ഒരു ആസ്തി ഉള്ള ഒരാളാണ് ഇത് വിറ്റ് പൈസ പോക്കറ്റിലാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. ഈ കുടുംബസ്വത്ത് എന്ന് പറയുന്നത് എൻ്റെ പിതൃകുടുംബത്തിലെ സ്വത്താണ്. എൻ്റെ പിതൃകുടുംബത്തിലെ സ്വത്ത്. അപ്പൊ എൻ്റെ പിതാവിന്റെ ആന്റി, അതായത് എൻ്റെ പിതാവിന്റെ അപ്പന്റെ പെങ്ങള്, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയുന്നത്, അപ്പച്ചി എന്ന് പറയും. അപ്പച്ചിയുടേതായിട്ടുള്ള പ്രോപ്പർട്ടികളായിരുന്നു. അപ്പച്ചി 40 വർഷം വിദേശത്ത് ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്നു. അവരിവിടെ ജീവിക്കുകയായിരുന്നു. ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ വീടൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ ഗ്രാൻഡ് മദറും എല്ലാം അവിടെ ഉണ്ട്. പപ്പായുടെ ഗ്രാൻഡ് മദറും അവരെല്ലാം ഇവിടെ 100 വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് ഇതുവരെ പറ്റി ഞാൻ ഈ പറയാം. ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ അവരിൽ ഇങ്ങനെ കുടുംബമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്, റിലേറ്റീവ്സ്, അത്രയും സഹോദരങ്ങളെല്ലാം. അപ്പോൾ ഇപ്പോൾ അതിന് ഒറ്റ കാര്യമേ എനിക്ക് പെട്ടെന്ന് പറയാനുള്ളൂ. ഈ കുടുംബസ്വത്ത് ഭാഗം ചെയ്യേണ്ടതായിട്ടുള്ളത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയാണ്. ആ ആൾ എന്ത് ചെയ്തു? ആ ആൾ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് കിട്ടേണ്ടതായ സ്നേഹമോ കരുതലോ മറ്റു കാര്യങ്ങളോ മറ്റു ബന്ധുക്കളിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. അവർക്ക് ബന്ധുമിത്രാദികളായ ബാക്കിയുള്ളവർക്ക് എന്ത് വേണമായിരുന്നു? അവരെ ആവശ്യമില്ല, അവരുടെ സ്വത്ത് ആവശ്യപ്പെട്ടു. അങ്ങനെ നീണ്ട വർഷങ്ങൾ ഈ നാട്ടിൽ അവർ താമസിച്ചു. ഇവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നോക്കാനായിട്ട് കുറെ ജോലിക്കാരുണ്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ താമസിക്കുന്ന പോലെ എന്നോടൊപ്പം നിങ്ങൾ കണ്ടല്ലോ, ജോലിക്ക് എൻ്റെ കൂടെ ആൾക്കാരുള്ളതുപോലെ എൻ്റെ അമ്മച്ചി ഇവിടെ താമസിക്കുമ്പോൾ ജോലിക്കാർ ഇവിടെ താമസിക്കും. ഈ ബന്ധുക്കൾ ആര് വന്നാലും ഇവർക്ക് പണമാണ് ആവശ്യം.
അമ്മച്ചി അങ്ങനെ സഹി കെട്ട ശേഷം 2012 നവംബർ മാസം 15-ാം തീയതി അമ്മച്ചിയുടെ സകല സ്വത്തുവകകളും, കുടുംബസ്വത്താണ് കേട്ടോ, അമ്മച്ചിയുടെ ആങ്ങളയുടെ കൊച്ചുമകൻ എന്ന രീതിയിൽ, ബ്രദറിൻ്റെ കൊച്ചുമകൻ എന്ന രീതിയിലാണ് ആ സകല സ്വത്തുവകകളും രജിസ്ട്രാറെ വീട്ടിൽ വിളിച്ചു വരുത്തി അഡ്വക്കേറ്റ്സിനെയൊക്കെ കൊണ്ടുവന്ന് ആധാരം പൂർത്തീകരിച്ച് അമ്മച്ചി സുബോധത്തോടും പരപ്രേരണ കൂടാതെയും എൻ്റെ പേരിലേക്ക് അവരുടെ വസ്തുവകൾ 2012 നവംബർ 15-ാം തീയതി എഴുതി തന്നു. ആധാരം എഴുതി തന്ന് 2018 മാർച്ച് മാസം 7-ാം തീയതി അമ്മച്ചി ഇഹലോകവാസം വെടിഞ്ഞു. അമ്മച്ചി ഇവിടെ സെൻറ്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് കബറടക്കിയിരിക്കുന്ന, കുടുംബക്കല്ലറയിൽ, അമ്പലവേലിൽ ഫാമിലി. ഞാൻ ആ കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ ആരുടെ സ്വത്ത് ഞാൻ കൈക്കലാക്കി? എനിക്ക് സുബോധത്തോടും പരപ്രേരണ കൂടാതെ എനിക്ക് എഴുതി തന്ന സ്വത്തുവകൾ എൻ്റെ കയ്യിലുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഞാൻ കബളിപ്പിച്ച് ചാരിറ്റി ചെയ്ത് പേരെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ബ്ലോഗർമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് നിയമം വഴി പോകേണ്ടതായിട്ട് വരും. അതേ കണക്ക് എനിക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വസ്തു ഒരാളായി നിന്ന് തട്ടിപ്പറിച്ച് നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിന് 5 സെന്റ് അല്ല 1 സെന്റെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കരവടച്ച് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വസ്തു ക്ലിയർ ആണെന്ന് തന്നെയാണ് അർത്ഥം. അതിനകത്ത് വേറൊരാളുടെ എന്തുവാ ബാധ്യതയോ വേറൊന്നും ഇല്ല. അത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറ്റിച്ചെടുത്തയാണെന്ന്. വിവരം ഇല്ലേന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. കരവടച്ച രസീത് നമ്മുടെ കയ്യിൽ കിട്ടിയോ ആ വസ്തു ക്ലിയർ ആണ്. അതായത് 2012 നവംബർ 15-ാം തീയതി എൻ്റെ പേരിൽ ഈ വസ്തു എഴുതി തന്നു. 30 ദിവസത്തിന് ശേഷം പോക്കുവരവ് ചെയ്ത് എൻ്റെ പേര് കരം കൂട്ടി. എൻ്റെ പേരിൽ കരം കെട്ടിയാണ്. കരം കെട്ടി കഴിഞ്ഞ ശേഷം ഇപ്പോൾ 2026 13 വർഷം കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ ഓണർഷിപ്പായിട്ട് എല്ലാ വർഷവും കരമടയ്ക്കുന്നു. ഓണർഷിപ്പായിട്ട് എൻ്റെ പേരിൽ പൊക്കോണ്ടിരിക്കുന്നു. എൻ്റെ സർവ്വസ്വാതന്ത്ര്യമായി ഞാനത് അനുഭവിച്ചു വരുന്ന സ്വത്തുക്കളാണ്. അങ്ങനല്ല, ഇതിപ്പോ സ്വത്ത് തട്ടിയെടുക്കാനാണെങ്കിൽ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ദാനം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അത് പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. എനിക്ക് പേര് കിട്ടാൻ, ഞാൻ നല്ലവനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, ബോധിപ്പിക്കാൻ വേണ്ടി. ഞാനിപ്പം നിങ്ങളോട് പറയാം, ഇനി കുറച്ച് കല്യാണം കൂടെ കഴിക്കണോ ഞാൻ നല്ലവനാണെന്ന് അറിഞ്ഞിട്ട്? എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ പ്രേക്ഷകരോട് ഇനി കുറച്ച് നല്ലവനാന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇനി എവിടുന്നെങ്കിലും കുറച്ച് നല്ല, ഇപ്പൊ ഡോക്ടറെ കെട്ടിയെന്ന് പറയുന്നു, അവരെ കെട്ടിയെന്ന് പറയുന്നു, ഇവരെ കെട്ടി, ഈ നല്ലതെന്ന് കേട്ട് കഴിയുമ്പോൾ ഇനി ചിലപ്പോൾ വല്ല കല്യാണാലോചനകൾ വരുമെന്ന് ഓർത്താണോ ഞാനിതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഇവർ പറയുന്നത്. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു മനസ്സാക്ഷി എൻ്റെ ഉള്ളിലുണ്ട്. ഇവർ പറഞ്ഞ് എനിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ ഞാൻ ജനിച്ചാണെന്ന് ഇവർ വീഡിയോ ഇട്ടു. ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ്റെ മകനായിട്ടാണ് വളർന്നത്. എൻ്റെ ഫാദർ ഒരു ഇലക്ട്രീഷ്യനായിരുന്നു, ഓട്ടോ ഇലക്ട്രീഷ്യനായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞങ്ങൾ 3 മക്കളെ വളർത്തി. അതുകൊണ്ട് ഞങ്ങൾ ജനിച്ചപ്പോൾ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ഞാൻ ജനിച്ചിട്ടില്ല. എൻ്റെ ഫാദർ അത് അഭിമാനത്തോടെ, എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ഇലക്ട്രീഷ്യനായിട്ട്, ഓട്ടോ ഇലക്ട്രീഷ്യനായിട്ട് മോട്ടറിൻ്റെയും വൈൻഡിങ്, ഫിറ്റിങ്, പ്ലംബിങ്, അങ്ങനെ എൻ്റെ പപ്പായ അറിയുന്നത് തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ മകനായി ഞാൻ ജനിച്ചു. ആ മനുഷ്യൻ എന്നെ വളർത്തി. ഞങ്ങൾ സാമ്പത്തിക പ്രയാസമുള്ള കുടുംബത്തിൽ നിന്നാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് വേറൊരാളുടെ വിഷമവും ദുഃഖവും കണ്ടിട്ടുള്ളപ്പോഴും കാണുമ്പോഴും എനിക്ക് പറ്റുമെങ്കിൽ സഹായിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നെ കുരിശേ കയറ്റുവോ, നിങ്ങൾ എന്നെ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ, ഞാൻ തളർന്നു പോകത്തില്ല. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ അവരെനിക്ക് തന്ന അത് ദൈവമുമ്പിൽ ഞാൻ പറയാം, ഞാനൊരു മിഷണറിയായി ജീവിക്കും. അദ്ദേഹത്തിന് എന്തോ അങ്ങനെ എന്നെ വിളിക്കാൻ തോന്നിയെങ്കിൽ ഞാൻ താമസിക്കുന്ന വീട് കാണുമ്പോൾ തന്നെ സിസ്റ്റർക്ക് അറിയാം, എനിക്ക് വേണം ഇവിടെ ഒരു പാലസ് പോലെ വീട് പണിത് ഇവിടെ താമസിക്കാൻ. ഞാനൊരു സിമ്പിൾ ഹട്ട് പണിത് ഇവിടെ താമസിക്കുകയാണ്. എനിക്ക് ആ മനുഷ്യൻ, പുള്ളി ഇവിടെ വന്നിട്ടില്ല, ഒന്നുമില്ല, പുള്ളി സിമ്പിളിൽ തന്നെ എനിക്ക് പേരിട്ടു. അതൊക്കെ പുള്ളി എന്റെ ഫോട്ടോ മറച്ചു വെച്ചിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളി നിയമത്തിന്റെ വഴിക്ക് വന്ന് പറയട്ടെ. പിന്നെ അതിനകത്ത് വേറെ കാര്യം പറയുന്നത്, അച്ഛൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ 5ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? പുള്ളി 10 വരെ പറഞ്ഞു, ഞാൻ 5ാം ക്ലാസ് വരെ പോലും പോയിട്ടില്ല. 5ാം ക്ലാസ് വരെ കൂട്ടി പറഞ്ഞതാ. അത് കൂട്ടി പറഞ്ഞോട്ടെ, അതുകൊണ്ടാണല്ലോ ഞാൻ താഴ്ത്തി പറഞ്ഞത്. ഞാൻ 5ാം ക്ലാസ് വരെ പോലും വിദ്യാഭ്യാസം ഇല്ല എനിക്ക്. അതിൻ്റെതായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തില്ലല്ലോ. ഈ വിദ്യാഭ്യാസം കുറവ്, ഇവരുടെ അത്രയുള്ള വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ല. അത് ഞാൻ തുറന്നു പറയാം. പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്നെ വിദ്യാഭ്യാസം ഇല്ലെന്ന് ഓർത്തിട്ട് എന്നെ ആരും സിസ്റ്റർ ഇവിടെ വന്ന് ഉപദ്രവിക്കാറില്ല. ഞാനൊരു മനുഷ്യനായി ജീവിക്കുന്നു, തനിച്ചാ താമസിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ അന്വേഷിച്ചിട്ടേ പോകാവൂ. ഒരാളെ ഞാൻ ഒരു പേര് കേൾപ്പിച്ചിട്ടില്ല. ഒരു സിസ്റ്റർ ഇവിടെ വരുമ്പോൾ അന്വേഷിച്ചാൽ മതി, ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ശാന്തമായ എൻ്റെ ജീവിതം നോക്കി ഒരൊറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ. എൻ്റെ ജോലി എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞു, സിസ്റ്റർ മുമ്പേ ചോദിച്ച ചോദ്യത്തിന്, ഇപ്പോൾ സിസ്റ്റർ രേണുസുതിക്ക് വന്നിരിക്കുന്ന ഈ രോഗാവസ്ഥ, ദയനീയമായ വേദനയുടെ അവസ്ഥ, ആ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ ഇവിടെ വന്നു. രേണു സിസ്റ്റർ ഇവിടെ വന്നു, എന്നെ കണ്ടു, പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരെ പ്രാർത്ഥനയിലാണ് ചേർത്ത് നിർത്തിയത്. ഞാൻ അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഞാൻ അവരെ സഹായിച്ചിട്ടില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഞാൻ രേണുസുതിയുടെ കുടുംബത്തിനെ സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ
ഞാൻ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ട എല്ലാ കൈത്താങ്ങലും പ്രാർത്ഥനയിൽ എപ്പോൾ ഒരു കൂട്ടായ്മ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ഓടി അവിടെ ചെന്ന് ആ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാനൊരു മിഷണറിയായി ജീവിക്കുക, അത് ഞാൻ ചെയ്യാറുണ്ട്. അതിനും ഞാൻ ഒത്തിരി ക്രൂശീകരണം. പിന്നെ പല പല വോയിസ് ഇപ്പൊ അവര് പറയുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കിപ്പം ആരാണേലും ഇപ്പൊ ഒരാള് വയ്യാതെ രോഗാവസ്ഥയിലാവണേ ഇപ്പൊ നമ്മളോട് ശത്രുതയുള്ളൊരു വ്യക്തി അവർക്ക് വയ്യാന്ന് കേൾക്കുമ്പോൾ ഞാൻ അവർ അരികിലേക്ക് ഓടിയെത്തും. അതാണ് എൻ്റെ ഒരു മനുഷ്യത്വമായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ അവരെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഒത്തിരി ഒരു രണ്ട് ചേരികളായിട്ട് നിന്ന് നമ്മൾ പലരും അതിനോട് പൊരുതി പോരാടി പോയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ മുഖാമുഖം ഒന്നുമില്ല. അവരുടെ ഫാമിലിയോടായിക്കോട്ടെ കുഞ്ഞുങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചത്. പിന്നെ അതുകൊണ്ട് പിന്നെ വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു പോയിട്ടുണ്ട്. അത് വന്നു പോയതിന് പരസ്പരം നമ്മൾ പൊരുത്തപ്പെട്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. എങ്ങനെ പൊരുത്തപ്പെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ രേണു സിസ്റ്ററുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് തന്നെ നിന്ന് അത് തന്നെ പറഞ്ഞു. ഇനി ബിഷപ്പിന്റെ എന്ത് തരം വോയിസ് അവർ പുറത്തിട്ടാലും ഏതാന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമേ സിസ്റ്റർ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുള്ള വോയിസുകൾ അത് ഭയങ്കര ഇപ്പൊ പലരുമായിട്ട് ഇപ്പൊ എന്റെ വോയിസ് പലതും പുറത്ത് വന്നേ. ഞാനിപ്പോ പല വ്ളോഗേഴ്സിനെയും ബ്ലോക്ക് ചെയ്തു. അത് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും ഞാനത് പറഞ്ഞു കൊടുത്തു. പല വ്ളോഗേഴ്സിനെയും ബ്ലോക്ക് ചെയ്തു. അവരോർത്ത് അവരോടുള്ള വ്യക്തിപരമായ ദേഷ്യം കൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തെന്ന്. സിസ്റ്റർ ഇത് കൊടുക്കണം. ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ, പിണങ്ങിയിട്ടല്ല. എന്തിനെനിക്ക് അവരെന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. യൂട്യൂബേഴ്സോ വ്ളോഗേഴ്സോ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അവരെ ഭയമാണ്. എന്താണെന്നറിയോ, ഇവർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതൊരു ആവശ്യം വരുമ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തുപയോഗിച്ച് എൻ്റെ നേർക്ക്. അപ്പൊ അതിനുശേഷം ഞാൻ ഭയമാണ്. ആരോട്? ഇവരെ എനിക്ക് ഭയമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഒരു കണ്ടന്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഡിസ്കഷൻ, വെച്ചാൽ നമ്മളൊരു കോൺഫറൻസ് കോൾ അല്ലേ. അപ്പൊ 5, 6, 7 പേര് ഒരുമിച്ച് 4 പേര് 5 പേര് 6 പേര് സംസാരിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഇവർ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ ബിഷപ്പിന്റെ റെക്കോർഡിങ്സ് ഫുള്ള് പുറത്ത് വിടാൻ പോവാന്ന് പറഞ്ഞു. രേണുസുധിയുടെ ഫാമിലി പറഞ്ഞു, ഞങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും കൈ കൂപ്പി പിടിച്ചോണ്ട് പറയാ, നാളിതുവരെ ആയിട്ടും 49 വയസ്സ് എനിക്ക് ഒരു സ്ത്രീയോടും മോശമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്ത്രീയോടും ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ടില്ല. സിസ്റ്ററോടാണെങ്കിലും സിസ്റ്ററിനെ ഞാൻ ഇന്നും അന്നും എന്നും വിളിച്ചിട്ടുണ്ട്. ആ ബഹുമാനം ഞാൻ കീപ്പ് ചെയ്തു. കാരണം ഞാനൊരു സഭയുടെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഒരു സ്ത്രീകളോടും ഒരു മോശമായ വാക്ക് ഞാൻ പറയാറില്ല, കുഞ്ഞുങ്ങളോടും പറയാറില്ല. അവരെല്ലാം ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ടെന്നാ പറയാൻ വന്നേ. നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്. എന്റെ രഹസ്യ കോളുകൾ ഞാൻ ഒരാളോട് പോലും, ഒരു സ്ത്രീകളോടോ പുരുഷന്മാരോടോ ഞാൻ അങ്ങോട്ട് ചെയ്യണം, ആ വീഡിയോ ഇങ്ങോട്ട് ചെയ്യണം. കാരണം അന്ന് എനിക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വരത്തില്ല, ഒരു 2 സൈഡിൽ യുദ്ധമാണ്. അതായത് പല രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യത്തുനിന്ന് ഒരു വീഡിയോ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത രാജ്യത്തുനിന്ന് നമ്മൾ എടാ നീ ഇന്ന വീഡിയോ എടുത്ത് അങ്ങോട്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണമെന്ന് പറയും. കാരണം റിയാക്ഷൻ ചെയ്തവരല്ലേ ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നത്. ആ ഫ്രണ്ട്ഷിപ്പിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എടുത്ത് നിങ്ങൾ രഹസ്യമായിട്ട് ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, ബിഷപ്പ് ഇങ്ങനെ, ഞാൻ ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുക. കാരണം ഇവര് എനിക്കും അത്ഭുതം അതാണ്. കാരണം ആ കഴിഞ്ഞ പ്രാവശ്യം രേണുവിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന സമയത്ത് ബിഷപ്പിനെ പൊതിഞ്ഞ് എന്തോരം ബ്ലോഗറായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ അവരെല്ലാരും ഇപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ അത് എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല. അവരുടെ തീരുമാനം. ഈ പറഞ്ഞ വ്ളോഗേഴ്സിന് അതിന് റീസൺ ഒറ്റ കാര്യമേ ഉള്ളൂ, രേണുസുധി സപ്പോർട്ട് ചെയ്തു. ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ഈ രോഗാവസ്ഥയിൽ പുള്ളിക്കാരിയുടെ കുടുംബത്തെ നമ്മള് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി അവർ തളർന്നു പോകുന്ന ഒരു സാഹചര്യം. കാരണം ആ അച്ഛനൊക്കെ ഇവിടെ തന്നെ കാണാൻ വരും. രേണുസുധി അച്ഛൻ ഒരു ദിവസം ഒരു 2 പ്രാവശ്യമെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ആ മാനസിക ദുഃഖം എനിക്കറിയാം. അപ്പൊ ഞാൻ വളരെ ധൈര്യപ്പെടുത്തി അവരോട് സംസാരിക്കും. ഞാനിപ്പോ പറയാം, ഇപ്പൊ ഈ വ്ളോഗ് ചെയ്യുന്നവരുടെ വീട്ടിലാണ് ഇതുപോലെ ഒരു വിഷമം വന്നെന്ന് വെച്ചോ, ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ പിണങ്ങിയിരിക്കുമെന്നില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. ഞാൻ വരും. നിങ്ങൾ കയറ്റുവാണെങ്കിൽ അവിടെ കയറും. നിങ്ങളുടെ വീട്ടിലൊരു ദുഃഖം വന്നാലും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വീട്ടിൽ കയറ്റുമെങ്കിൽ ഞാൻ വരും. നിങ്ങളുടെ ദുഃഖവേളയിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, പ്രയാസത്തിൻ്റെ വേളയിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കാരണം ഞാൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഭയമാണ് നമ്മുടെ കോൾ റെക്കോർഡ്. അതുകൊണ്ട് ഈ കേൾക്കുന്ന പ്രേക്ഷകരോടും പറയാം, നമ്മളൊരു യൂട്യൂബേഴ്സിനെയോ വ്ളോഗേഴ്സിനെയോ നമ്മൾ വിളിക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം. എൻ്റെ അനുഭവം ഗുരുവാണ്. കാരണം പല വോയിസുകൾ പുറത്ത് വിട്ടതായിട്ടുള്ളവർ ഇപ്പൊ പലയിടത്തും. അതുപോലെ ഒരു ദിവസം ഒരു ലേഡി എന്നെ ഫോണിൽ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നാ ഫാദറെ എങ്ങനെ എന്തോ. ഞാൻ എവിടുന്നാ വിളിക്കാൻ ചോദിക്കുമ്പോഴത്തേന് അവരെന്റെ കോള് റെക്കോർഡ് ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് ആ കോൾ അവര് കേരളത്തിലെ സോഷ്യൽ മീഡിയക്കാർക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള സഹോദരങ്ങൾ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരോട് നമുക്ക്
നമുക്കൊന്നും പ്രതികരിക്കാനില്ല. ഒറ്റ കാര്യമുള്ളൂ, നിയമത്തിൻ്റെ വഴി നീങ്ങും, അതിന് സംശയം. കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തെയും പ്രൈവസിയെയും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് വക്കീലാണ് കൃത്യമായിട്ട് എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ സ്വൈര്യ ജീവിതത്തെ നശിപ്പിക്കും. നമ്മുടെ പേഴ്സണലി നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ഫോൺ കോൾ എടുത്ത് ലീക്ക് ചെയ്ത് കൊടുക്കുക. അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണെന്നാണ് നിയമപാലകർ എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് പേഴ്സണലി അല്ല, നമ്മുടെ പെർമിഷനോട് കൂടി. ഇപ്പം സിസ്റ്ററിന്റെ വീഡിയോ ഇവിടെ വന്ന് എടുക്കുക ചെയ്യുന്നത്, അതിന്റെ അനുവാദത്തോടു കൂടി സിസ്റ്റർ എടുക്കുന്നത്. ധൈര്യമായിട്ട് എന്നോട് ചോദിക്കുന്നു, ഞാൻ സന്തോഷത്തോടെ അതിന്റെ ഉത്തരങ്ങൾ പറയുന്നു. അത് നിങ്ങൾ വീഡിയോ കൊടുക്കണം. അത് റിയാക്ട് ചെയ്യുന്നതിനകത്ത് എനിക്ക് പേടിയില്ല. കാരണം അതിൻ്റെ അകത്ത് ഞാൻ സിസ്റ്ററുടെ പ്രേക്ഷകരോടാ പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരോടും ആ കൂട്ടത്തിൽ എന്നെ ഇതിലൂടെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവരോടായിട്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. തീർച്ചയായിട്ടും സത്യം ജയിക്കും, സത്യം ഒരു നാളിൽ ജയിക്കും, സത്യം ജയിക്കും, എനിക്കത് ഉറപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് പ്രേക്ഷകർ, സജിന സിസ്റ്ററുടെ സജിന വ്ളോഗ്സിലുള്ള പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കാര്യങ്ങൾ ഞാൻ വളരെ ഹൃദയം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്നെ ഇതിലൂടെ കേൾക്കുന്ന സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ സത്യാവസ്ഥ ഞാൻ വന്ന് ബോധിപ്പിച്ചു. എല്ലാവരും ഇത് വിശ്വസിക്കണമെന്നോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചിട്ട് എന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്തൊന്നും എൻ്റെ ആഗ്രഹമല്ല. സിസ്റ്റർ എന്നോട് ചോദിച്ചു, സിസ്റ്ററുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഞാനതെല്ലാം വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം തീരുമാനമെടുക്കേണ്ടതും എല്ലാം മേളിലിരിക്കുന്ന ദൈവവും പിന്നെ എന്നെ കേൾക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ നിർത്താൻ പോവുകയാണ്. ഒരൊറ്റ കാര്യം പറയാം. രേണു സുധീർ റിലേറ്റഡ് ആയിട്ട് ഇനി കൂടുതൽ വീഡിയോ ഒന്നും ഉണ്ടാവത്തില്ല. ഞാൻ തുടങ്ങി വെച്ച ആൾ എന്ന രീതിയിൽ അത് അവസാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെതാണ്. ഇനിയും 2-3 വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ഇതൊന്ന് എൻഡ് ചെയ്യണം നമുക്ക്. ഓക്കെ, KSL നിന്ന് മണ്ണാങ്കട്ട ആയാലും ഇനിയും 2-3 വീഡിയോ എന്തായാലും വരും. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറയുന്ന അച്ഛന്, അന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അച്ഛൻ്റെ എതിരെ ഞങ്ങളൊന്നും സംസാരിക്കത്തില്ല. അച്ഛന് മിണ്ടാതെ ഇരുന്നാൽ മതി. അച്ഛൻ ഇന്റർവ്യൂ കൊടുക്കാം. ആ ഇന്റർവ്യൂ പബ്ലിക്കാണ്, പ്രൈവറ്റ് അല്ല. ആർക്ക് വേണമെങ്കിലും കാണാം ആ ഇന്റർവ്യൂ. അപ്പോൾ അതിൽ തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല അച്ഛനെ തെറി വിളിച്ചിട്ട് ആരും വന്നതോ ഇല്ല. അച്ഛന് വേണ്ടാത്തത് പറഞ്ഞതോ ഞാൻ കണ്ടിട്ടില്ല. അച്ഛന് ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. സന്ദീപിൻ്റെ അത് സാങ്കല്പിക കഥ എന്ന് സന്ദീപ് പറയുന്നുണ്ട്. അത് ഈ അച്ഛൻ്റെ കഥ അല്ല, ആണോ അല്ലേ എന്നൊന്നും സന്ദീപ് പറയുന്നില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല പൊന്നു പ്രേക്ഷകരെ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഉടൻ വരാം. ഓക്കെ, ഇപ്പോൾ നടക്കുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ദയാ സുജിത്തിന്റെ, മഞ്ജു പിള്ളയുടെ മകളുടെ ആ ഒരു വിഷയത്തിൽ മഞ്ജു പിള്ള രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യും, അതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ ആയിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുക. രണ്ടും ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്തിട്ട് തീർക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.